ഈ കോടിക്കണക്കിന് രൂപ US എയ്ഡ് എന്ന് പറഞ്ഞ് പല രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പല ആവശ്യത്തിനായിട്ട് പലതിനെയും എന്തിനാണ് ആവശ്യം, എന്താ കാര്യമെന്ന് പോലും അമേരിക്കയ്ക്ക് അറിയില്ല. അമേരിക്കയിൽ നിന്ന് പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഒക്കെ കണ്ടുപിടിച്ച് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ഡോജ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി പോലെ ഉണ്ടാക്കി നമ്മുടെ മറ്റേ ഒരു തമാശക്കാരനും വൻ ബിസിനസ്സുകാരനും ഒക്കെയായ എലോൺ മസ്ക് അങ്ങേർക്കാണ് അതിൻ്റെ ചുമതല. അതിൻ്റെ കൂടെ വിവേക് രാമസ്വാമിയും ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. പക്ഷേ വിവേക് രാമസ്വാമി ലാസ്റ്റ് മിനിറ്റിൽ സ്കൂട്ടായി. പുള്ളി വേറെ എവിടെയോ സ്റ്റേറ്റിൽ പോയി തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടോ അവർ തമ്മിൽ അങ്ങ് ഒത്തില്ല. അതിൻ്റെ കഥ വേറെയുണ്ട്, എന്തുമായിക്കോട്ടെ. ഇപ്പോൾ US എയ്ഡ് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിൽ US എയ്ഡ് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട് നമ്മൾ അന്തം വിട്ടു പോകുന്നു. ഇവിടെ ഇങ്ങനെ കാശ് വരുന്നുണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് ഇതിൻ്റെ കാശ് കിട്ടുന്നുണ്ടായിരുന്നു. അവരെല്ലാം അട്ടിമറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വരുന്നു. അതിൽ നല്ല മനുഷ്യരും കൊള്ളാവുന്നവരും കൊള്ളില്ലാത്തവരും. ഇതിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രിമാർ, നമ്മുടെ സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, വേൾഡ് എക്കണോമിക് ഫോറം എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുന്നള്ളിക്കുമല്ലോ. ഇതിൻ്റെയൊക്കെ പുറകിൽ ഇതുപോലത്തെ കക്ഷികളുടെ കറുത്ത കരങ്ങളുണ്ടെന്ന് ഇവരാരും അറിയുന്നില്ല. ഇപ്പം നമ്മളുടെ പാതി വില തട്ടിപ്പ് കണ്ടില്ലേ, റിട്ടയർഡ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ എത്ര മാന്യമായ മനുഷ്യനാണെന്നറിയാമോ. പുള്ളിയൊക്കെ അങ്ങ് മാനേജ് ചെയ്ത് അധ്യക്ഷനാക്കി രക്ഷാധികാരി എന്നൊക്കെ പറഞ്ഞ് അവസാനം കേസിൽ. വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഈ വലിയ ആഘോഷം, ഉത്സവം, അതിൻ്റെ രക്ഷാധികാരി, കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ്, ചേട്ടനൊന്ന് വന്ന് നിന്നാൽ മതി, ഒന്നും ചെയ്യണ്ട, ജോലിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം, ചേട്ടനങ്ങ് നിന്നാൽ മതി. നിൽക്കും, ചേട്ടൻ്റെ ഫോട്ടോ എടുക്കും, അത് കാണിച്ചിട്ട് മറ്റുള്ളവരുടെ നിന്ന് കാശ് പിടിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടുത്തെ അട്ടിമറി പ്രവർത്തനങ്ങളുടെ എല്ലാം കുത്തക ഇതുപോലെ പല രീതിയിൽ വരുന്ന കാശാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ അവർ ഹെൽത്ത് പരിശോധിക്കുകയാണ്. വർഷം എത്രയാണെന്നറിയാമോ? നമ്മുടെ ഹെൽത്ത് സർവേ നടത്തുന്നത് കണ്ടവനാണ്, ഫോറിൻ ഏജൻസിയാണ്. ഞാനതുകൊണ്ടാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ ശശി തരൂർ കൊണ്ടുവന്നിട്ടില്ലേ, എന്താ വേൾഡ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം സ്റ്റഡി. എന്ത് സ്റ്റഡി, ആര് നടത്തി? ഏതോ സാഹിബിൻ്റെയൊക്കെ പേരുണ്ട് അതിൽ. അത് സ്റ്റഡിയാണെന്ന് റിപ്പോർട്ട്. അത് ധനമന്ത്രി കൊണ്ടു നടക്കുന്നു, വ്യവസായ മന്ത്രി കൊണ്ടു നടക്കുന്നു, മുഖ്യമന്ത്രി തലേച്ചു കൊണ്ടു നടക്കുന്നു, ശശി തരൂരിനെ മൊത്തം DYFI അടിച്ചു മാറ്റാൻ നോക്കുന്നു. എനിക്കറിയില്ല എന്ത് ഭ്രാന്താണ്, ഏത് സാഹിബിൻ്റെ എന്ത് റിപ്പോർട്ട് വെച്ച് എന്താ നിങ്ങളീ പറയുന്നത്? എന്ത് ചെയ്തു എന്നാണ്? അതൊന്നും. എല്ലാവരും നിക്ഷേപത്തിൽ കേരളം നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നടക്കുകയാണ്. ഈ ചാടിക്കളിക്കട കുഞ്ഞുരാമ എന്നുള്ള രീതിയിൽ ഈ റിപ്പോർട്ടുകൾ വരുന്നത് മനുഷ്യനെ പൊട്ടന്മാരാക്കാനായിട്ട് മനഃപൂർവ്വമാണ്. ഇതിൽ പൈസ വാങ്ങിച്ചവരുടെ പേരുകൾ പുറത്തു വന്നു കേട്ടോ. പുറത്തു വന്നതായതുകൊണ്ട് ഞാൻ അത് വായിക്കാം. പുറത്ത് വന്ന പേരുകളാണ്, ഞാൻ കണ്ടെത്തിയ പേരുകളൊന്നുമല്ല. ഇവരൊക്കെ കാശ് മേടിച്ചോ ഇല്ലെന്ന് അവർക്കേ അറിയാവുള്ളൂ. പക്ഷേ ഈ US എയ്ഡ് പറ്റിയതായിട്ടുള്ള ആൾക്കാരുടെ പേര് ഞാൻ വായിക്കാം. ആതിര പെരിഞ്ചേരി, ബംഗളൂരു. ആതിര പെരിഞ്ചേരി ബാംഗ്ലൂരായിരിക്കും, മലയാളിയല്ലേ. മൂലയ്ക്ക് മാറ്റി നിർത്തി ഒറ്റ അടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ ചേട്ടാ തല്ലല്ലേ എന്ന് പറയും. മലയാളിയായിരിക്കും, പക്ഷേ മുടിയൊക്കെ വെട്ടി കന്നഡയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച്. ഐശ്വര്യ ത്രിപാഠി, ലക്നൗ, ഇന്ത്യ. ആകാംക്ഷ മിശ്ര, ന്യൂഡൽഹി. ആകാശ് ഗുലാൻകർ, പൂനെ. ആനന്ദ ബാനർജി, ന്യൂഡൽഹി. അഞ്ജലി മാരാർ, പൂനെ. മാരാരാണ്, പൂനെയിലാണ് നിങ്ങൾ. അനൂപ് ദത്ത, ഭോപ്പാൽ. അപരാജിതോ ബന്ദോപാധ്യായ, കൊൽക്കത്ത. അപർണ ഗണേശൻ, ചെന്നൈ, പറയണ്ടല്ലോ. ആരാധന വാത്ത്, ന്യൂഡൽഹി. ആരതി മേനോൻ, മൈസൂർ. അശ്വതി T കുറുപ്പ്, തിരുവനന്തപുരം. മലയാളിയേ അല്ല കേട്ടോ, അമേരിക്കക്കാരിയാണ്. ആയിഷ ഖാൻ, മുംബൈ. ചീന കപൂർ, ഡൽഹി. ദിഷ ഷെട്ടി, മുംബൈ. ദിവാഷ് ഗഹത്രാജ്, അങ്ങനെയുള്ള സ്ഥലപ്പേര് വായിക്കാൻ പറ്റുന്നില്ല. ഡോള മിത്ര, കൊൽക്കത്ത.
ഫ്ലേവിസ് ലോപ്സ് മുംബൈ, നമൻ സഫർ ഡൽഹി, ഹരിത് ജോപ്പന്നു തിരുവനന്തപുരം, ഹരിത ജോൺ, ഇത് അടുപ്പിച്ചടുപ്പിച്ച് അതൊക്കെയാണ് ഓരോ. ഹരിത ജോൺ പൊന്നു തിരുവനന്തപുരം. മലയാളി ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയത്, ആരാന്ന് കണ്ടുപിടിക്കണമല്ല. ജെഫ് ജോസഫ് പോൾ ന്യൂഡൽഹി, ജെൻസി സാമുവൽ ചെന്നൈ, ജിഷ എലിസബത്ത് തിരുവനന്തപുരം, ജ്യോതി ഠാക്കൂർ ന്യൂഡൽഹി. ഇവരൊക്കെ ഈ USAIDൻ്റെ കാശ് പറ്റി ജേർണലിസ്റ്റുകൾ. രാവിലെ ജേർണലിസ്റ്റ്, ഉച്ച കഴിഞ്ഞ് ഇവർ റിസർച്ചർ, വൈകുന്നേരമായി കഴിയുമ്പോൾ ഇവർ ഡാൻസർ, രാത്രി ഇവർ മ്യൂസീഷ്യൻ, ഇങ്ങനെ പല വേഷത്തിൽ. ഇത് ഈ നമ്മുടെ ഞാൻ ഈ പഴയ കഥയാണ് കേട്ടോ. RSSകാരുടെ എണ്ണം വളരെ കുറവായിരുന്നു അന്ന്, ഇപ്പോൾ ഒരുപാട് കഴിഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ രാവിലെ ഇതാണ് ഭാരതീയ ജനസംഘം, അന്ന് BJP ഇല്ല. ഉച്ചയാകുമ്പോൾ BMS ആണ് ഞാൻ. BMSൻ്റെ ഒരു പരിപാടി അവിടെ പോയി. ഉച്ച തിരിഞ്ഞ് ക്ഷേത്ര സംരക്ഷണ സമിതി, വൈകുന്നേരം RSSൻ്റെ ശാഖ, അവിടെയും മോഹൻദാസ് എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ ഏർപ്പാട്. അന്ന് ഞാൻ ഗതികേട് പിടിച്ച് ഞങ്ങളാകെ 7 പേരേ ഉള്ളൂ. എന്ത് ചെയ്യാനേ എല്ലാ സംഘടനയും നടത്തിക്കൊണ്ട് പോകണം. അപ്പോൾ ഞങ്ങളിത് 7 പേര് തന്നെ നിക്കറിട്ട് കഴിഞ്ഞാൽ RSS, പാൻ്റ് ഇട്ട് കഴിഞ്ഞാൽ BJP, മുണ്ടുടുത്താൽ BMS, ഈ രീതിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അന്നത്തെ ഒരു കാലം. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇത് ലക്ഷക്കണക്കിന് രൂപയായിട്ട് കളിക്കുന്ന ഏർപ്പാടാണ്. എന്നിട്ട് ഇവരെല്ലാം കൂടെ ലേഖനം എഴുതും, റിപ്പോർട്ട് എഴുതും. ബംഗ്ലാദേശിനേക്കാൾ ദരിദ്രരാജ്യമാണ് ഇന്ത്യ എന്ന് എഴുതും. ഈ ഫ്രീ ആയിട്ട് 5 കിലോ അരി മേടിച്ച് മുണുങ്ങിയിട്ട് നമ്മളും വിളിച്ചു ബംഗ്ലാദേശിനേക്കാൾ ദാരിദ്ര്യമാണ് ഇവിടെ. ബംഗ്ലാദേശിൽ അവിടെ കിടക്കപ്രതിയില്ലാഞ്ഞിട്ട് അവൻ ഇവിടെ വന്നിട്ട് തെങ്ങ് കയറാൻ നിൽക്കുന്നു ബംഗ്ലാദേശി. അവൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ മലയാള മനോരമയിൽ റിപ്പോർട്ട് വായിക്കുന്നു, ഭാരതം ബംഗ്ലാദേശിനേക്കാൾ താഴെ, ഹാപ്പിനെസ് ഇൻഡെക്സിലും താഴെ, ദാരിദ്ര്യ ഇൻഡെക്സിലും താഴെ, സകലതിലും താഴെ. എന്നാൽ ആ ബംഗ്ലാദേശി വന്നിട്ട് നമ്മുടെ താഴെ ജോലി ചെയ്തിട്ട് കാശ് മേടിക്കുന്നു. അത് നേരിട്ട് കണ്ട അനുഭവം ഉണ്ടെങ്കിൽ പോലും നമ്മൾ വിശ്വസിക്കുന്ന ഈ പത്ര റിപ്പോർട്ടിനാണ്. കാരണം ഇവരുണ്ടാക്കുന്ന ഇക്കോസിസ്റ്റം അതാണ്. ഞാനിപ്പോൾ എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഭാരതത്തിലും ഒരു ഡോജ് വേണം, DOG, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് കൊടുത്തു. ഈ ഇലോൺ മസ്ക് ചെയ്ത പോലെ ഈ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്മിറ്റി വേണം. അതിനായിട്ട് ഇത് കേൾക്കേണ്ട താമസമേ ഉള്ളൂ കേട്ടോ. പിണറായി വിജയൻ അപ്പം തന്നെ നെതർലാൻഡ്സിൽ നിന്ന് ഒരു സായിപ്പിനെ വിളിച്ചിട്ട് ഇതിൻ്റെ അഡ്വൈസറായിട്ട് വയ്ക്കും. ഞാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു എന്നുള്ള കുറ്റമായിരിക്കും എൻ്റെ തലയിൽ. എന്നാലും ഞാൻ പറയുകയാണ്, ഈ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ശ്രീലങ്കയിലെ ഒരു സ്ഥാപനത്തിന് 100 രൂപ മാസം ഗ്രാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വയ്ക്കുക. അത് ഇപ്പോഴും കൊടുക്കുന്നുണ്ടാകും. നമ്മൾ വിചാരിക്കും നരേന്ദ്രമോദി വന്നില്ലേ ചെയ്യാത്തത് എന്താണ്? എങ്ങനെ അറിയാനാ? എങ്ങനെ അറിയും? പാരാവാരം പോലത്തെ എക്സ്പെൻസാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പടപടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു മനുഷ്യൻ ചത്തു കഴിഞ്ഞാലും പിന്നെയും കുറഞ്ഞതൊരു 10 മാസം പെൻഷൻ അയാൾക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അയാളുടെ പിള്ളേർക്ക് നേർമയുള്ളവരാണെങ്കിൽ അവർ കേന്ദ്ര സർക്കാരിന് എൻ്റെ പൊന്നിയേട്ടാ അച്ഛൻ ചത്തുപോയി എന്ന്, ചത്തുപോയോ, അത് 1 മാസത്തെ പെൻഷൻ കൂടെ പോയല്ലോ, എന്നാൽ പിന്നെ പോരട്ടെ എന്ന് പറയും. ഇതാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന യന്ത്രം. എന്താണ് കേരള സർക്കാർ യന്ത്രം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഇതിൻ്റെ ആരുടെയെങ്കിലും ബാലൻസ് ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതിൻ്റെയെങ്കിലും? ചിലപ്പോഴൊക്കെ നിയമസഭയിൽ ചോദ്യോത്തരം വന്നു കഴിയുമ്പോൾ 137 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 33 ലാഭത്തിലും ബാക്കി നഷ്ടത്തിലുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സാധനങ്ങൾ കാണാമെന്നതല്ലാതെ വേർ ഇസ് ദ ബാലൻസ് ഷീറ്റ്? പബ്ലിക്കിൻ്റെ കാശിലേ എടുത്ത് കളിക്കുന്നത്. KSRTCയുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടോ? ദൈവത്തിനറിയാം. ഒരു 5-8 വർഷം മുമ്പാണ് KSRTCയുടെ ബാലൻസ് ഷീറ്റ് കേരള ഹൈക്കോടതി കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ എപ്പോഴും പ്രശ്നമാണല്ലോ, ശമ്പളം കൊടുത്തില്ല, പെൻഷൻ കൊടുത്തില്ല, കൊടുത്തത് മുഴുവൻ കൊടുത്തില്ല, കുടിശ്ശിക കൊടുത്തില്ല, അങ്ങനെ കൊടുത്തില്ല, ഇങ്ങനെ കൊടുത്തില്ല. ബാലൻസ് ഷീറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. ബാലൻസ് ഷീറ്റ് കൊണ്ടുവന്ന് ജഡ്ജി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് പൂട്ടുന്നതാണല്ലോ ഭേദം,
എന്ന് പറഞ്ഞു. ഉടനെ വാർത്തയായി. KSRTC പൂട്ടിക്കൂടെ എന്ന് ഹൈക്കോടതിയിൽ നിന്ന് എല്ലാവരും കൂടെ ഹൈക്കോടതിയുടെ നെഞ്ചത്തേക്ക്. ഹൈക്കോടതിക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. അവരെ ഈ തെങ്ങ കെട്ടിയിട്ട് തല്ലുന്ന പോലെയാണ് ഹൈക്കോടതി ജഡ്ജിമാർ. അവരെ ആർക്കും ആക്രമിക്കുക, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് തിരിച്ച് മിണ്ടാൻ പാടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ മിണ്ടിയതാണ്. ഒരു മാന്യത, ഒരു ഡീസൻസി ഒക്കെ വിചാരിച്ചിട്ടാണ് അവർ മിണ്ടാത്തത്. സുപ്രീം കോടതി ജഡ്ജിക്ക് പത്രസമ്മേളനം നടത്താൻ പിന്നെ ഹൈക്കോടതി ജഡ്ജിക്ക് നടത്തിക്കൂടെ? നടത്താം, പക്ഷേ സുപ്രീം കോടതിയൊക്കെ കുറച്ചുകൂടെ കൊള്ളാവുന്നവർ ഹൈക്കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് അവർ ആ പണിക്ക് പോകാറില്ല. അതാണ് സത്യാവസ്ഥ. ബട്ട് ഇതുപോലെയാണ് ഈ ഞാൻ പറഞ്ഞു വന്നത് ബാലൻസ് ഷീറ്റിൻ്റെ കാര്യമാണ്. ഒരുത്തൻ്റെയും ബാലൻസ് ഷീറ്റ് ഇല്ല. കാരണം പുറത്ത് കാണിക്കാൻ കൊള്ളില്ല. ആരൊക്കെ എന്തൊക്കെ ചിലവാക്കുന്നു എന്ന് ആർക്കറിയില്ല. അതിൻ്റെ വലിയൊരു ഉദാഹരണം ദേവസ്വം ബോർഡാണ്, ഇലക്ട്രിസിറ്റി ബോർഡാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഒരു പ്രത്യേക ആവശ്യത്തിന് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ. ആ സമ്പ്രദായം തുടങ്ങിയത് 1961 ഇത് കഴിഞ്ഞിട്ട് ആ സ്ഥാപനവും പൂട്ടിപ്പോയി കാണും, എല്ലാം പൂട്ടിപ്പോയി കാണും. പക്ഷേ ഒരാളുടെ പേരിൽ മാസം തോറും ഈ കാശ് പൊയ്ക്കൊണ്ടിരിക്കും. 2500 രൂപ 2500 രൂപ വെച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് അന്നിരുന്ന് ചെയർമാന് പ്രാന്ത് കയറിയിട്ട് ഇന്ന അനാഥാലയത്തിന് മാസം 2500 രൂപ വെച്ച് ഗ്രാൻഡ് ചെയ്ത് അങ്ങനെ അക്കൗണ്ട്സിലൊക്കെ ഉത്തരവിട്ടിടോ എല്ലാ മാസവും 2500 രൂപ KSCB-ന്ന് ആ അനാഥാലയത്തിന് പോകണം. ഇപ്പോൾ എല്ലാ മാസവും പോകും. അത് കഴിഞ്ഞ് KSCB കമ്പ്യൂട്ടറൈസ് ചെയ്ത് കമ്പ്യൂട്ടറിൽ കയറി അനാഥാലയം. കമ്പ്യൂട്ടറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് 2500 രൂപ പോകാൻ പറ്റും. ഇതൊക്കെ നോക്കാൻ ആൾ വേണ്ടേ? ഇപ്പോഴാണ് അമേരിക്കക്കാരനെയും ബുദ്ധി ട്രംപ് പറഞ്ഞു അത് നോക്കടാ എങ്ങോട്ടാണ് ഈ കാശൊക്കെ പോകുന്നതെന്ന്. ഇത് ഞാൻ പറഞ്ഞു കേട്ടത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഈ അമേരിക്കൻ ട്രഷറിയിൽ നിന്ന് കാശ് പോകണമെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണെന്ന് കാണിച്ചുകൊണ്ട് ഫ്ലാഗ് ചെയ്യണം. പലതിനും ഫ്ലാഗേ ഇല്ല. എന്തിനാണെന്നറിയാമല്ല, കാശ് പോയിട്ടുണ്ട്. അങ്ങനെ USAID നിന്ന് പോയി അതിൽ നിന്ന് $21 മില്യൺ അത് സീപ്സ് എന്ന് പറഞ്ഞൊരു സംഘടന വാങ്ങുന്നു. ആ സംഘടന വേറൊരു സംഘടനയ്ക്ക് മറിച്ച് കച്ചവടം ചെയ്യുന്നു. സീപ്സുമായിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ SY ഖുറേഷി നിസ്സാരക്കാരനൊന്നുമല്ല, മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്. ഖുറേഷി ഇപ്പോൾ പറയുന്നത് ഞാനൊരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഒപ്പിട്ടതാണ്. എന്തിന്? വോട്ടർമാരുടെ എണ്ണം കൂട്ടാൻ. വോട്ടർമാരുടെ എണ്ണം കൂട്ടാൻ അമേരിക്കയിൽ നിന്ന് കാശ് ഖുറേഷി പറഞ്ഞു ഞാൻ കാശൊന്നും മേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ഒപ്പിട്ട് കൊടുത്തു. എന്തിനാണ് ഒപ്പിട്ട് കൊടുത്തത്? ഈ ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്ന് ഈ കാര്യം? വോട്ടർ ടേൺ ഔട്ട് കൂട്ടാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രചരണം നടത്താറുണ്ട്, എല്ലാവരും വോട്ട് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ നിയമിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമാണ്. ലെറ്റസ് അസ്യൂം ഖുറേഷി മാന്യനാണ്, ഖുറേഷി കാശ് വാങ്ങിച്ചിട്ടില്ല എന്ന് വെച്ചു. ബട്ട് എക്സ്റ്റേണൽ ഏജൻസിയെ വെച്ചില്ലേ? വെക്കാം. അത് വേറൊരാളെ കൊണ്ട് എന്തിനാണ് നീ ഇന്ത്യൻ ജനതയോട് പറയിക്കുന്നത് വോട്ട് ചെയ്യണത്? ഇനി ഞാൻ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാതിരിക്കാൻ ഒരു അവകാശമില്ല. കുറേ രാജ്യങ്ങളുണ്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ കുറ്റകരമാണ്, ശിക്ഷയുണ്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ. അത് ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരാൾക്ക് വോട്ട് ചെയ്യാൻ അധികാരമുണ്ടെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കാനും അധികാരമുണ്ട്. ജീവിക്കാൻ അധികാരമുണ്ടെങ്കിൽ ചാവാനും അധികാരമുണ്ട്. വേണ്ടേ? വേണം. അതുകൊണ്ട് നിങ്ങൾ കണ്ടമാനം അങ്ങോട്ട് വോട്ടർമാരെ എങ്ങനെയെങ്കിലും ഒന്നും എത്തിക്കണ്ട. 90 വയസ്സുള്ള അപ്പൂപ്പനെയൊക്കെ കട്ടിലിൽ പിടിച്ച് താങ്ങി എന്ത് വോട്ട് ചെയ്യാൻ? അങ്ങേർക്ക് സ്വബോധം തന്നെ നഷ്ടപ്പെട്ടു. അങ്ങേർക്ക് പകരം അങ്ങേരുടെ മകൻ വോട്ട് ചെയ്യുന്നു. അയാൾക്കൊണ്ട് 80 വയസ്സ്, എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള നാടകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനെ ഏജൻസി വയ്ക്കേണ്ട കാര്യമില്ല. എന്ത് വാങ്ങിക്കോട്ടെ, USAID നിർത്തിക്കഴിഞ്ഞപ്പോഴെങ്കിലും നമുക്ക് USAID വന്നുകൊണ്ടിരുന്നു എന്ന് മനസ്സിലായി. ഇതുപോലെ നമ്മളൊരു ഡോജയെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ദേവസ്വം ബോർഡിൽ നിന്ന്, KSRTCയിൽ നിന്ന്, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഗവൺമെൻറ്റിൻ്റെ കാശ് പോകുന്നത് നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വരും. ഈ കാശ് മതി ബാലഗോപാലിന് എണ്ണ തേച്ച് കുളിക്കാനായിട്ട്, സുന്ദരമായിട്ട് കഴിയാൻ. ഇത് ബാലഗോപാലിന് പോലും അറിയില്ല. മുമ്പിൽ വരുന്ന ഫയലിൽ ഒപ്പിടുകയല്ല, അത് ധനമന്ത്രിക്ക് എന്താണെന്ന് പണി. ഇതൊക്കെ സെക്രട്ടറിമാരല്ലേ ചെയ്യുന്നത്. സെക്രട്ടറിമാർക്ക് അവരുടെ ഒരു സിസ്റ്റമുണ്ട്. അതിങ്ങനെ ഫയൽ വരും, ഇതെന്താണ് ഇത് സാറേ മറ്റേ എല്ലാ വർഷവും കൊടുക്കുന്നതാണ് ആണോ? ഒപ്പിട്ടു. എല്ലാ വർഷവും കൊടുക്കുന്നത് എന്തിനു കൊടുക്കുന്നു ആർക്കും അറിയില്ല. അതിങ്ങനെ ചട്ടത്തിലുണ്ട്, അതങ്ങ് പൊക്കോണ്ട് ചട്ടപ്പടി അങ്ങനെ അങ്ങ് പോകും. കാശ് പിടിച്ചെടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്.
നിങ്ങൾ ചത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഇന്ന് കരം പിരിക്കും ഇല്ലേ? സർക്കാർ കരം പിരിവ് നിർത്തുകയില്ല. നിങ്ങളുടെ പ്രാണം പോയി 10 വർഷമായി എന്നിട്ടും കൊടുക്കാശ് എന്ന് പറയും സർക്കാർ. ഇത് നിർത്തിക്കാൻ വലിയ അപേക്ഷയുമായിട്ട് അവിടെ പോവുക. വില്ലേജ് ഓഫീസിൽ ചെന്നാൽ തഹസീൽദാരുടെ അടുത്ത് പോകാം, തഹസീൽദാർ വില്ലേജ് ഓഫീസറുടെ അടുത്ത് ഇങ്ങനെ നമ്മളെ ഷട്ടിൽ കളിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ പരിപാടിയെല്ലാം അവസാനിക്കാനായിട്ട് വേണം നമുക്കും ഒരു ഡോജ്. താങ്ക് യു.